ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ താരിഖ് റഹ്മാൻ അവിടെ പ്രധാനമന്ത്രിയാകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. താരിഖ് റഹ്മാൻ അവിടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. BJPക്ക് ബംഗ്ലാദേശിൽ ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സുപ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. BJP എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന്. പക്ഷേ ഹിന്ദുക്കൾക്ക് വേണ്ടി അവിടെ ഹിന്ദു സംഘടനകൾ രൂപീകരിച്ച ബംഗ്ലാദേശ് ജനത മൈനോറിറ്റി പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ആ BJPക്കാണ് അവിടെ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു മാപ്പ് കാണിക്കാം. ഇതാണ് ആ മാപ്പ്. ഈ മാപ്പിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ശക്തമായിട്ടുള്ള സാന്നിധ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പച്ച കളറിൽ കാണുന്ന സകല സ്ഥലങ്ങളിലും വിജയിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതായത് ഇന്ത്യയുടെ അതിർത്തികളിൽ ഏകദേശം പശ്ചിമ ബംഗാളിന്റെ അതിർത്തികളിലെല്ലാം തന്നെ ഇവർ കൂടടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സിൽ ഇത് വലിയ ചർച്ചയായിരുന്നു. ഇതേ തുടർന്ന് SIRന്റെ ആവശ്യകതയും പൗരത്വ നിയമ ഭേദഗതിയുടെ ആവശ്യകതയും എത്രത്തോളം ഉണ്ട് എന്ന് കഴിഞ്ഞ തവണ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. എന്തായാലും 13ാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് ജനതാ പാർട്ടി അല്ലെങ്കിൽ മൈനോറിറ്റി പാർട്ടി ഒരു സീറ്റ് നേടി. ഈ BJPക്ക് ഇന്ത്യയുമായി യാതൊരുവിധ ബന്ധവുമില്ലെങ്കിലും വളരെയധികം പ്രധാനമാണ് ഈ സീറ്റ് എന്ന് പറയുന്നത്. 2024 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തെ താഴെ ഇറക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ശൂന്യത, അസ്ഥിരത, ദുർബലമായിട്ടുള്ള സുരക്ഷാ സാഹചര്യം എന്നിവയ്ക്ക് ശേഷമാണ് 13ാം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. 13ാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ലഭിച്ചു. എന്തായാലും ഭോല 1 നിയോജക മണ്ഡലത്തിൽ നിന്ന് ആന്റലീവ് റഹ്മാൻ പാർത്ഥോയാണ് BJPക്കായി ഒരു സീറ്റ് അവിടെ നേടി വിജയിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെയധികം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. 13ാം പൊതു തിരഞ്ഞെടുപ്പിൽ നിന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ ഗസറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഇത് സത്യപ്രതിജ്ഞയ്ക്കും വഴിയൊരുക്കി. 300 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 297 എണ്ണത്തിലേക്കുള്ള ഗസറ്റ് വെള്ളിയാഴ്ച വൈകി പ്രസിദ്ധീകരിച്ചതായി സർക്കാർ നടത്തുന്ന BSS വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അക്തർ അഹമ്മദാണ് വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചത്. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കി. 59.44% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 297 സീറ്റുകളിൽ 209 സീറ്റുകളാണ് BNP അവിടെ നേടിയത്. അതേസമയം അവാമി ലീഗ് ഇല്ലാത്തത് കൊണ്ടാണ് BNPക്ക് ഇത്ര ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായി ബംഗ്ലാദേശിൽ വളർന്നു വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വിമർശകർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.